ഹായ് എവരിബഡി, അഫ്ര ഇന്ത്യയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന വലിയൊരു ഇഷ്യൂ ആണ് വാട്ടർ പ്രൂഫിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് ഒരു ധാരണ കൊടുക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്ടർ പ്രൂഫിംഗ് മെത്തേഡുകളുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, നമ്മൾ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണ സാധാരണക്കാരനില്ല. അവിടെയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വരുന്നത്. ഒന്ന് ലിക്വിഡ് അപ്ലൈഡ് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്, രണ്ടാമത്തത് APP മെംബ്രെയിൻ, അതായത് ടോർച്ച് ചെയ്ത് ഒട്ടിക്കുന്ന മെത്തേഡ്. ഈ രണ്ട് തരത്തിലുള്ള മെത്തേഡാണ് നിലവിൽ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ വരുന്നത്. ഇതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ലിക്വിഡ് അപ്ലൈഡ് ആയിട്ട് വരുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിൻ്റെ രൂപത്തിൽ കിട്ടും. അതൊക്കെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ തലങ്ങനെയും വിലങ്ങനെയും ഓരോ ലെയർ അടിച്ചു കൊടുക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫൈബർ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടി ചെയ്യും. അതായത് ഫൈബർ മെഷ് കൊടുത്ത് വീണ്ടും ഒരു ലെയർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണത്. പക്ഷേ ഇതൊക്കെ ചെയ്തു എന്നാൽ തന്നെ നമുക്ക് ഇതിന് കൂടുതൽ കാലം ലൈഫ് കിട്ടുന്നില്ല. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്നതെല്ലാം അക്രിലിക് ബേസ്ഡ് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയ ആണെങ്കിൽ ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോൺക്രീറ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് ചൂടാകുമ്പോൾ ഇത് പതുക്കെ വികസിക്കുകയും ഈ ചൂട് കുറയുന്ന സമയത്ത് വീണ്ടും ചുരുങ്ങുകയും ചെയ്യും. ഇതേ പ്രോപ്പർട്ടിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാലം ലൈഫ് കിട്ടുക. അതായത് നമ്മൾ കേൾക്കാത്ത മറ്റൊന്നുകൂടിയാണ് സിമെൻറ്റീഷ്യസ് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫിംഗ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൗഡറും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിക്വിഡ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് സിമെൻറ്റീഷ്യസ് വാട്ടർ പ്രൂഫിംഗ്. ഈ പൗഡറിനോടൊപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് അതെപ്പോഴും ലാറ്റക്സ് SBR ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിനൊരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കിട്ടുകയുള്ളൂ. അങ്ങനെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ കോൺക്രീറ്റിൻ്റെ പുറത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്കതിന് ഈ ഒരു എഫക്റ്റീവ് ആയിട്ട് അതിൻ്റെ ആ ഗുണം കിട്ടും. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ഇത് എക്സ്റ്റീരിയറിന് സ്യൂട്ടബിൾ ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ലിക്വിഡ് അപ്ലൈഡ് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റത്തിന് ഒരു പ്രശ്നം, നമുക്ക് ലൈഫ് അത്രത്തോളം കിട്ടുന്നില്ലെന്ന് പറയും. കാരണം നമ്മൾ ഇതിന് മുകളിലൂടെ നടക്കുകയും ഓടുകയും എന്തെങ്കിലും സാധനം ചാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന് ലൈഫ് കുറയും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്ന സിസ്റ്റമായിട്ട് APP മെംബ്രെയിൻ, അതായത് ഇതൊരു പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ബിറ്റുമിൻ ഷീറ്റ് ഉപയോഗിച്ച് വരുന്നതാണ് APP മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ലൈഫ് കിട്ടുന്ന ഒരു എഫക്റ്റീവ് സൊല്യൂഷനായിട്ട് വാട്ടർ പ്രൂഫിങ്ങിൽ നിലവിലുള്ളത്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് തരത്തിലുള്ള APP മെംബ്രെയിൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ഫൈബർ ബേസ്ഡ് ആയിട്ട് വരുന്നതും രണ്ട് പോളിമർ ബേസ്ഡ് ആയിട്ട് വരുന്നതും. ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന 90% വാട്ടർ പ്രൂഫിംഗ് കമ്പനികളും APP മെംബ്രെയിൻ സപ്ലൈ ചെയ്യുന്നത് ഫൈബർ ബേസ്ഡ് ആയിട്ട് വരുന്ന APP മെംബ്രെയിനാണ്. അതുകൊണ്ടാണ് ഇതിനൊന്നും ലൈഫ് കിട്ടാതെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് പോളിമർ ബേസ്ഡ് ആയിട്ട് വരുന്ന APP മെംബ്രെയിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഡബിൾ അല്ല ട്രിപ്പിൾ ലൈഫ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആരും ഇത് അറിയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന APP മെംബ്രെയിൻ ഏത് ബേസ്ഡ് ആയിട്ട് വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിൻ്റെ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മളിത് മേടിച്ച് ഉപയോഗിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും APP മെംബ്രെയിൻ യൂസ് ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ സൈറ്റിലെ വിഷയങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ APP മെംബ്രെയിൻ്റെ മുകളിൽ വരുന്ന ലെയർ പോളിത്തീൻ ഷീറ്റാണ്. ഇത് ചൂടാകുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഇത് ഉരുകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ അതിന് മുകളിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് മിനറൽസോട് കൂടിയ APP മെംബ്രെയിൻ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതല്ലെങ്കിൽ ഇപ്പോൾ ടെറസിൽ അല്ലെങ്കിൽ റൂഫിലാണെങ്കിൽ നമ്മൾ ഈ APP മെംബ്രെയിന് മുകളിലായിട്ട് നമ്മൾ ഷിംഗിൾസോ അങ്ങനെ ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇതിനെ നമ്മൾ ഉരുകാനുള്ള ചാൻസ് അവിടെ നിന്ന് കളയണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ലൈഫ് കിട്ടുള്ളൂ. കൂടുതൽ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇനി ഇതിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.